നമസ്കാരം. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടങ്ങളോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് പ്രകൃതിയുടെ സൗന്ദര്യം എത്രത്തോളം ആപൽക്കരമാകാം എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കാൻഡുരു എന്ന ചെറിയ മീൻ. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ജീവികളിൽ ഒന്നായിട്ടാണ് ഈ ചെറു മത്സ്യത്തെ കണക്കാക്കുന്നത്. ആമസോൺ തടത്തിലെ മഴക്കാടുകളുടെ നിഗൂഢതയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ജീവജാലങ്ങളിൽ അവിടുത്തെ പ്രദേശവാസികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും എന്നാൽ ചെറുപ്പം കൊണ്ട് ഏറ്റവും ചെറുതുമായ ഒരു അപകടമാണിത്. ഇത് വരുത്തി വയ്ക്കുന്ന ഭീകരമായ കേടുപാടുകൾ കാരണം ഈ മത്സ്യം ബ്രസീലിയൻ വാമ്പയർ ഫിഷ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മനുഷ്യന്റെ അതിജീവനത്തെയും ആമസോൺ നദിയോടുള്ള സമീപനത്തെയും മാറ്റിമറിക്കുവാൻ കാൻഡുരുവിന് സാധിച്ചിട്ടുണ്ട്. സാധാരണയായി ഒരു തീപ്പെട്ടിയിലെ ഈർക്കിൽ പോലെ നേർത്തതും ഏകദേശം 1 സെന്റിമീറ്റർ മുതൽ 6 സെന്റിമീറ്റർ വരെ മാത്രം നീളമുള്ളതുമായ കാൻഡുരുവിന്റെ ശരീരം അർദ്ധ സുതാര്യമാണ്. ഇതാണ് ഇതിനെ വെള്ളത്തിൽ പെട്ടെന്ന് തിരിച്ചറിയുവാൻ പ്രയാസകരമാക്കുന്നത്. ഒരു ചെറിയ ഏലസിന്റെ വലിപ്പമേ ഇതിനുള്ളൂ എങ്കിലും ഇതിന്റെ ആക്രമണ സ്വഭാവം വളരെ വിചിത്രവും ഭീകരവുമാണ്. കാൻഡുരു മറ്റു വലിയ മത്സ്യങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് അവയുടെ രക്തം കുടിച്ചാണ് ജീവിക്കുന്നത്. മറ്റു മത്സ്യങ്ങളുടെ ചെകിളപ്പൂക്കളിൽ പ്രവേശിച്ച് രക്തം കുടിക്കുന്നതാണ് ഇവയുടെ രീതി. ഇതിനായി ഇവ ചെകിളപ്പൂക്കളിൽ നിന്ന് പുറത്തു വരുന്ന അമോണിയയുടെ മണം തിരിച്ചറിയുന്നു. മനുഷ്യൻ നദിയിൽ കുളിക്കുമ്പോഴോ മൂത്രമൊഴിക്കുമ്പോഴോ പുറത്തു വരുന്ന അമോണിയയുടെ സാന്നിധ്യം കാൻഡുരുവിനെ ആകർഷിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ ഭയപ്പെടുന്നത്. നിർഭാഗ്യവശാൽ മനുഷ്യന്റെ മൂത്രനാളം അല്ലെങ്കിൽ യോനി പോലെയുള്ള ശരീരത്തിലെ ദ്വാരങ്ങൾ ഇവയ്ക്ക് ചെകിളപ്പൂക്കളെ പോലെ തോന്നും. വളരെ ചെറിയ വലിപ്പവും ശരീരത്തിന്റെ വഴക്കവും കാരണം ഇവയ്ക്ക് ഈ ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഒരു കാൻഡുരു മത്സ്യം മൂത്രനാളം വഴി ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അതിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നത് അസാധ്യമാണ്. കാരണം ഇതിന്റെ തലയിൽ പുറകോട്ട് വളഞ്ഞ ചെറിയ മുള്ളുകളുണ്ട്. ഉള്ളിൽ കയറിയ ശേഷം ഈ മുള്ളുകൾ വിടർത്തി ശരീരകോശങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ഈ മീനിന് സാധിക്കും. ഈ അവസ്ഥ രോഗിക്കും അസഹനീയമായ വേദനയും വീക്കവും ഉണ്ടാക്കുകയും അണുബാധകൾക്ക് കാരണമാവുകയും ചെയ്യും. കാൻഡുരുവിന്റെ ആക്രമണത്തിന് വിധേയമാകുന്ന വ്യക്തിക്ക് പലപ്പോഴും ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ആശ്വാസം ലഭിക്കാറുള്ളൂ. ശസ്ത്രക്രിയ സമയത്ത് ഈ മീനിനെ പുറത്തെടുക്കുന്നതിനോടൊപ്പം മീൻ ശരീരത്തിനുള്ളിൽ വരുത്തിയ കേടുപാടുകൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില പ്രാദേശിക വൈദ്യന്മാർ പരമ്പരാഗത ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് വേദന കുറയ്ക്കാനും മീനിനെ പുറത്തെടുക്കാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും പലപ്പോഴും ആധുനിക വൈദ്യസഹായം അനിവാര്യമാണ്. ചികിത്സ വൈകിയാൽ ഗുരുതരമായ അണുബാധകളോ വൃക്കകൾക്ക് തകരാറോ ചിലപ്പോൾ മരണം തന്നെയോ സംഭവിച്ചേക്കാം. കാൻഡുരു മത്സ്യം പ്രധാനമായും പരാത സ്വഭാവം കാണിക്കുന്നത് മറ്റ് വലിയ മത്സ്യങ്ങളോടാണ്. മനുഷ്യ ശരീരത്തിലേക്കുള്ള ഇവയുടെ പ്രവേശനം വളരെ അപൂർവമാണ് എങ്കിലും ആമസോൺ തടത്തിലെ ആളുകൾക്ക് നദിയിൽ ഇറങ്ങുമ്പോൾ കാൻഡുരു ഒരു സ്ഥിരമായ പേടി സ്വപ്നം തന്നെയാണ്. നദിയിൽ കുളിക്കുന്നവരും മീൻ പിടിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കുവാൻ ഈ മീനുകളുടെ സാന്നിധ്യം ഒരു കാരണമാകുന്നു. നദിയുടെ വിസ്മയകരമായ ജൈവ വൈവിധ്യത്തിൽ മനുഷ്യന് അതിരുകൾ നിശ്ചയിക്കുന്ന ഒരു ജീവിയായി കാൻഡുരു നിലകൊള്ളുന്നു. പ്രകൃതിയിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ ഓരോ ജീവിക്കും അതിജീവനത്തിലുള്ള തനതായ മാർഗങ്ങളുണ്ട്. കാൻഡുരു മത്സ്യം ഈ അതിജീവന തന്ത്രങ്ങളെ ഭീതിദത്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ജീവിയാണ്. സൗന്ദര്യവും നിഗൂഢതയും നിറഞ്ഞ ആമസോൺ നദിയിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഒരു കൊച്ചു വാമ്പയർ മീനിനെയാണ്. ഈ മീനിന്റെ അസ്തിത്വം പ്രകൃതി നിയമങ്ങൾ എത്രത്തോളം കടുപ്പമേറിയതും അപ്രതീക്ഷിതമാവും എന്നതിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ആമസോൺ നദീതടങ്ങളിലെ ജനങ്ങൾ വെള്ളത്തിലിറങ്ങുന്ന ഓരോ നിമിഷവും കാൻഡുരുവിനെ ഭയന്ന് ജാഗ്രത പാലിക്കുന്നു. കാരണം പ്രകൃതിയുടെ ഈ ഭീകര സൃഷ്ടി ഏത് നിമിഷവും ആപത്തുണ്ടാക്കിയേക്കാം. വെബ് ഡെസ്ക് തത്വമൈ TV.